ലഹരിക്കേസിൽ പ്രതിയായ ഗുണ്ടാ നേതാവിനെ സംരക്ഷിച്ച് പോലീസ്. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. ഭാര്യ പിണങ്ങിപ്പോയ സങ്കടത്തിൽ തീ കൊളുത്തിയ ശേഷം കിണറ്റിൽ തൂങ്ങി മരിച്ച യുവാവ്. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ഗുണ്ടാ നേതാവ് ഷാജഹാൻ പ്രതിയായ ലഹരിക്കേസിൽ പോലീസിന്റെ വൻ അട്ടിമറി. ഷഡ പോലീസ് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ തിരുവല്ലം പോലീസ് മുക്കിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ലഹരി മാഫിയയിൽ നിന്ന് പിടികൂടിയ ഹാഷിഷ് ഷോയിൽ തിരുവല്ലം SI തയ്യാറാക്കിയ മഹസറിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ട്. എയർ റൈഫിൾ ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുമായി ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവല്ലം പോലീസിന് കൈമാറിയ സംഭവത്തിൽ അട്ടിമറി. ഗുണ്ടാ നേതാവ് ഷാജഹാൻ പ്രതിയായ കേസിൽ തിരുവല്ലം പോലീസിന്റെ വൻ അട്ടിമറി. ഷാഡോ പോലീസ് പിടികൂടി കൈമാറിയ തൊണ്ടിമുതൽ തിരുവല്ലം പോലീസ് മുക്കിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. പ്രതികളെ പിടികൂടുമ്പോൾ കിട്ടിയ 1.2 ഗ്രാം ഹാഷിഷ് തിരുവല്ലം SI തയ്യാറാക്കിയ മാസ്റ്ററിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. 0.66 ഗ്രാം MDMA ഉണ്ടായിരുന്നത് മാറ്റി 0.6 ഗ്രാമായും പിടിച്ചെടുത്ത 2 കാറുകളിൽ ഒന്നുമാണ് മാസ്റ്ററിൽ രേഖപ്പെടുത്തിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിച്ചപ്പോൾ മറ്റൊരു മാസ്റ്റർ തയ്യാറാക്കിയെന്ന് മനസ്സിലായി. ഡാൻസാഫിന്റെ നീക്കവും തിരുവല്ലം പോലീസ് ചോർത്തി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിന് മുൻപ് കള്ളക്കേസിൽ കുരുക്കാൻ നീക്കമെന്ന തരത്തിൽ ഷാജഹാൻ വീഡിയോ ചിത്രീകരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് ഷാഡോ പോലീസ് എയർ റൈഫിൾ ഉൾപ്പെടെയുള്ള പ്രതികളെ പിടികൂടി തിരുവല്ലം പോലീസിന് കൈമാറിയത്. ജനം, തിരുവനന്തപുരം. കണ്ണൂർ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഇരുതലമൂരിയുമായി 5 പേർ പിടിയിലായി. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധന. ഈ പരിശോധനയിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് നിന്ന് ഇരുതലമൂരിയെ വിൽപ്പന നടത്തുന്നതിനിടെ പ്രതികളെ കയ്യോടെ പിടികൂടുകയായിരുന്നു. തൃക്കരിപ്പൂർ സ്വദേശികളായ ഭികേഷ്, മനോജ്, പ്രദീപൻ, ആന്ധ്രാപ്രദേശ് സ്വദേശികളായ നവീൻ, ചന്ദ്രശേഖർ എന്നിവരാണ് പിടിയിലായത്. ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്നും വിൽപ്പനയ്ക്കായാണ് ഇരുതലമൂരിയെ കൊണ്ടുവന്നത്. പ്രതികളെ ചോദ്യം ചെയ്യലിന് ശേഷം നാളെ പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കും. പ്രതികൾ സഞ്ചരിച്ച ഒരു കാറും ഇരുചക്രവാഹനവും അധികൃതർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഇരുതലമൂരിയെ കൈവശം വെക്കുന്നതും വിൽപ്പന നടത്തുന്നതും നിയമപ്രകാരം കുറ്റകരമാണ്. ജനം, കണ്ണൂർ. കണ്ണൂർ ഓലയമ്പാടിയിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം. മടയമക്കുളത്തെ VV കുഞ്ഞാമനിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 29 പവൻ സ്വർണവും 20,000 രൂപയും മോഷണം പോയെന്ന പരാതിയിൽ പെരിങ്ങോം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓലയമ്പാടി മടയമക്കുളത്തെ കുഞ്ഞാമിനിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 2 ദിവസം മുൻപ് കുഞ്ഞാമിനിയും 2 മക്കളും പ്രദേശത്ത് തന്നെയുള്ള തങ്ങളുടെ ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു. ഇന്നലെ രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സാധനങ്ങൾ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 29 പവൻ സ്വർണവും 20,000 രൂപയും മോഷണം പോയതായി കണ്ടെത്തി. വീടിന്റെ പിറകുവശത്തെ വാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ അലമാര കുത്തുപൊളിച്ചാണ് അതിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കൊണ്ടുപോയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കൾക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. ജനം, കണ്ണൂർ. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സര ഓട്ടം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. മത്സരത്തിനിടെ ജീവനക്കാർ തമ്മിലുള്ള സംഘർഷവും പതിവാവുകയാണ്. ഇന്നലെ ഇടപ്പള്ളിയിൽ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുകയും ബസ്സുകൾ തകർക്കുകയും ചെയ്തിരുന്നു.
കൊച്ചി നഗരത്തിലെ പ്രധാന പൊതുഗതാഗത മാർഗമാണ് സ്വകാര്യ ബസ്സുകൾ. തിരക്കേറിയ നഗരത്തിൽ ബസ്സുകൾ മത്സരഓട്ടം നടത്തുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുന്നു. മത്സരോട്ടം നിയന്ത്രിക്കാൻ പോലീസിന്റെ പരിശോധനകൾ നടന്നു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഇത് നിലച്ച മട്ടാണ്. ഇതോടെ വീണ്ടും മത്സരോട്ടത്തിനെ തുടർന്നുള്ള അപകടങ്ങളും ജീവനക്കാർ തമ്മിലുള്ള സംഘർഷവും വർദ്ധിക്കുന്നു. ഇന്നലെ എടപ്പള്ളി ജംഗ്ഷനിൽ 2 ബസ്സിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. തമ്മിലടിയിൽ ബസ്സുകളും ഇവർ തകർത്തു. സമയക്രമം പാലിക്കുന്നതിലെ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. റോഡിലെ യാത്രക്കാർക്ക് മാത്രമല്ല ബസ് സ്റ്റോപ്പുകളിൽ ബസ് കാത്തിരിക്കുന്നവർക്കും മത്സരപ്പാച്ചിൽ ഭീഷണിയാവുന്നുണ്ട്. ബസ്സുകൾ പലതും സ്റ്റോപ്പുകളിലേക്ക് ചേർത്ത് നിർത്താതെയാണ് ആളുകളെ കയറ്റുന്നത്. തിരക്ക് കൂടിയ സമയങ്ങളിൽ ഇത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. കലൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യുവതി ബസ്സിടിച്ച് മരിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു. കിരൺകുമാർ, ജനം, കൊച്ചി. ആലപ്പുഴയിൽ കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയടക്കം 2 പേർ പിടിയിലായ കേസിൽ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചു. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ഇന്ത്യക്ക് പുറത്തുനിന്നാണ് എന്ന് തെളിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കും. ഇതിന്റെ മുന്നോടിയായുള്ള വിവരശേഖരണമാണ് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയത്. പ്രതികളെ ചോദ്യം ചെയ്യലിനായി എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമ സുൽത്താനയുടെയും കൂട്ടാളി ഫിറോസിന്റെയും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം സിനിമാ മേഖലയിലടക്കം വ്യാപിപ്പിച്ചത്. കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന് എക്സൈസ് അറിയിച്ചു. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ഭാരതത്തിന് പുറത്തു നിന്നാണെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾ വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിച്ചേക്കും. പിടിയിലായ തസ്ലീമ സുൽത്താന ചോദ്യം ചെയ്യലിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴികളുടെ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ചെന്നൈയും ബംഗളൂരുവും കൊച്ചിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘത്തിന്റെ മുഖ്യകണ്ണിയാണ് തസ്ലീമ. മറ്റു പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്നാണ് എക്സൈസ് കരുതുന്നത്. ചെന്നൈ കേന്ദ്രീകരിച്ച് തമിഴ് സിനിമാ മേഖലയിലും ലഹരിമരുന്നും കഞ്ചാവും വിതരണം ചെയ്തതായി സംശയമുണ്ട്. അതേസമയം ലഹരി സംഘവുമായി ബന്ധപ്പെട്ടവരെന്ന് കരുതുന്ന യുവനടന്മാർ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ വൈകിയേക്കും. പിടിയിലായ തസ്ലീമയെയും ഫിറോസിനെയും വിശദമായ ചോദ്യം ചെയ്യലിന് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും. ഫോൺ രേഖകളും ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങളും UPI വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളും ശാസ്ത്രീയ പരിശോധനയിലൂടെ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാൻ പരമാവധി 10 ദിവസം വരെ സമയമെടുക്കേണ്ടി വരുന്നതിനാലാണ് സിനിമാ താരങ്ങളടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ വൈകുന്നത്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി നടത്തിയ ലഹരി ഇടപാടിന്റെ വിവരങ്ങളാണ് തസ്ലീമ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പല കണ്ണികളെ ഉപയോഗിച്ചാണ് ഓൺലൈൻ ഇടപാടുകൾ വഴി പ്രതികൾ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് പറയുന്നു. ജനം, ആലപ്പുഴ. ഇടുക്കി തങ്കമണിക്ക് സമീപം മാടപ്രയിൽ 20 ലിറ്റർ വാറ്റുചാരായവുമായി വയോധികനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കൂത്താട്ടുകുളം കൊച്ചുകുന്നേൽ വീട്ടിൽ ജോൺ വർഗീസാണ് പിടിയിലായത്. ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 100 ലിറ്റർ കോയും കണ്ടെടുത്തു. ഇടുക്കി എക്സൈസ് സർക്കിൾ ഓഫീസ് ഇൻസ്പെക്ടർ സുരേഷ് PKക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മാടപ്ര മേഖലയിലെ വീടിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 20 ലിറ്റർ വാറ്റുചാരായം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജാറുകളിൽ സൂക്ഷിച്ചിരുന്ന 100 ലിറ്ററോളം കോടയും കണ്ടെത്തി. ഏതാനും നാളുകളായി മേഖലയിൽ വ്യാപകമായി ജോൺ വാറ്റുചാരായം വിൽപ്പന നടത്തുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. നിരവധി നാളുകളായി ഈ പ്രദേശത്ത് ചാരായം വാറ്റുന്നതായ വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതിയെ കുറേ നാളുകളായി നിരീക്ഷിച്ചു വരുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പാർട്ടിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്. തൊണ്ടിമുതലുകളും കേസ് രേഖകളും തുടർ നടപടികൾക്കായി തങ്കമണി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. പ്രതി മുമ്പും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. ഭാര്യ പിണങ്ങിപ്പോയ സങ്കടത്തിൽ യുവാവ് തീ കൊളുത്തിയ ശേഷം കിണറ്റിൽ തൂങ്ങി മരിച്ചു. പാലക്കാട് കൂറ്റനാട് പാലക്കപ്പീടികയിൽ എടപ്പാൾ സ്വദേശി
പരിപാടത്ത് വളപ്പിൽ ഷൈബുവാണ് മരിച്ചത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കൂറ്റനാട് പാലക്കപ്പിടിയിൽ ഇടപ്പാൾ സ്വദേശി പെരുമ്പാടത്ത് വളപ്പിൽ ഷൈബുവിനെ കിണറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷൈബുവുമായി പിണങ്ങി ഭാര്യ പാലക്കപ്പിടിയിലെ വീട്ടിൽ പോയിരുന്നു. തുടർന്ന് ഭാര്യയെ തിരികെ കൊണ്ടുവരാനായി ഷൈബു കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ ഭാര്യ വീട്ടിൽ പോയി. എന്നാൽ അവിടെ വാക്കുതർക്കമുണ്ടാകുകയും പിന്നീട് റോഡിലേക്ക് പോയ ഷൈബു ക്യാനിൽ കരുതിയിരുന്ന ഇന്ധനം ദേഹത്തൊഴിച്ച തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഉടൻ തന്നെ ഭാര്യ വീട്ടുകാർ ഓടിയെത്തിയാണ് തീയണച്ചത്. ദേഹമാസകലം പൊള്ളലേറ്റ ഷൈബു അവിടെ നിന്ന് തന്റെ സ്കൂട്ടർ എടുത്ത് പോവുകയും ചെയ്തതാണ്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ഷൈബുവിനെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഷൈബുവിനെ കിണറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ചാലിശ്ശേരി പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, പാലക്കാട്. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി തിരുവനന്തപുരം കഴക്കൂട്ട് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴക്കൂട്ടത്തെ SFI നേതാവും ഗുണ്ടയുമായ ആദർശിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുണ്ടാ പട്ടികയിൽപ്പെട്ട SFI നേതാവ് ആദർശിന്റെ കഴക്കൂട്ടത്ത് വീട്ടിൽ നിന്നാണ് അർജുനെ കസ്റ്റഡിയിലെടുത്തത്. അർജുൻ ആയങ്കി ഇപ്പോൾ കരുതൽ തടങ്കലിലെന്നാണ് പുറത്തുവരുന്ന വിവരം. കുളത്തൂർപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് റൌഡി ലിസ്റ്റിലുള്ള ആദർശിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയതാണ് പോലീസ്. ആദർശിനെ കരുതൽ തടങ്കലിലെത്തിക്കുകയെന്നതായിരുന്നു ലക്ഷ്യം. അതേസമയം വീട്ടിലുണ്ടായിരുന്ന അർജുൻ ആയങ്കിയെയും കരുതൽ കസ്റ്റഡിയിലെടുത്തുവെന്ന് പോലീസ് വ്യക്തമാക്കി. എന്നാൽ താൻ ഉത്സവം കാണാനെത്തിയതെന്നാണ് അർജുന്റെ വിശദീകരണം. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം ധനുവച്ചപുരം ITIയിൽ വിദ്യാർത്ഥിനിക്ക് ക്രൂരമർദ്ദനം. 2ാം വർഷ MCEA വിദ്യാർത്ഥിനിയായ ദേവികയ്ക്കാണ് സഹപാഠികളിൽ നിന്ന് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ദേവികയെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് സഹപാഠികളായ വിദ്യാർത്ഥികളിൽ നിന്ന് ദേവികയ്ക്ക് മർദ്ദനമേറ്റത്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് മടങ്ങുകയായിരുന്ന ദേവികയെ 3 വിദ്യാർത്ഥികൾ ചേർന്ന് ബലമായി പിടിച്ച് ക്ലാസ്സിന് പുറകിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പരാതി. മറ്റ് ട്രേഡുകളിലെ 3 വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചത്. ചവിട്ടിയായിരുന്നു, നല്ല രീതിക്ക് എൻ്റെ കയ്യിലെ വിരലുള്ള നഖം പിടിച്ച് ഒടിച്ചായിരുന്നു. ദേവികയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ITIയിൽ നടന്ന ഹോളി ആഘോഷത്തിനിടയിൽ ദേവികയോട് വിദ്യാർത്ഥികൾ മോശമായി പെരുമാറി. അതിന് പിന്നാലെയാണ് മർദ്ദനമെന്നും പരാതിയിൽ പറയുന്നു. ജനം, തിരുവനന്തപുരം. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്തിനെതിരെ കേസ്. തിരുവനന്തപുരം പേട്ട പോലീസ് സുഗാന്തിനെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ചുമത്തി. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ തെളിവുകൾ കുടുംബം കൈമാറിയതിന് പിന്നാലെയാണ് നടപടി. ഒളിവിൽ പോയ സുഗാന്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മരിച്ച യുവതിയുടെ കുടുംബം സാമ്പത്തിക ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനുമുള്ള തെളിവുകൾ കൈമാറിയതോടെയാണ് സഹപ്രവർത്തകനായ സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തത്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. മലപ്പുറം സ്വദേശിയായ സുഗാന്ത് ചെന്നൈയിലും കൊച്ചിയിലും കൊണ്ടുപോയി യുവതിയെ ചൂഷണം ചെയ്തതായും പലപ്പോഴായി പണം കൈക്കലാക്കിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒളിവിൽ പോയ സുഗാന്തിനായി അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസിന്റെ വാദം. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിനിടയിൽ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. നിരപരാധിയാണെന്നും മരണത്തിൽ പങ്കില്ലെന്നും IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നുമാണ് സുഗാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. എന്നാൽ സുഗാന്തിന്റെ വാദങ്ങൾ കുടുംബം തള്ളിക്കളഞ്ഞിരുന്നു. മാർച്ച് മാസം 24-ാം തീയതിയാണ് IB ഉദ്യോഗസ്ഥയെ പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യത്തെ കേസ്. എന്നാൽ സഹപ്രവർത്തകനായ സുഗാന്തിനെതിരെ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും ആരോപിച്ച് മരിച്ച യുവതിയുടെ കുടുംബം രംഗത്തെത്തുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ അന്വേഷണം മുറുക്കി EDയും. മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ED ചോദ്യം ചെയ്യും. ഇതിനിടെ കേസിൽ വീണയുടെ അറസ്റ്റിന് സാധ്യതയേറി.
വിചാരണ നടപടികൾക്ക് മുമ്പ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഔദ്യോഗിക നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും അറസ്റ്റ്. നിയമ നടപടികൾ പൂർത്തിയാകുന്നതിനായിട്ടാണ് അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുക. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അനുമതി നൽകിയതോടെയായിരുന്നു വീണ, ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് തുടർ നടപടികൾ. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നതാണോ എന്ന് കോടതി പരിശോധിക്കും. തുടർന്ന് വിചാരണ നടപടികൾക്ക് കോടതി അനുമതി നൽകണം. മാസപ്പടി കേസിൽ CMR MD ശശിധരൻ കർത്തയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED കമ്പ്യൂട്ടറുകളിലെയും ലാപ്ടോപ്പുകളിലെയും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മാസപ്പടി കേസിൽ വീണയെ SFIO പ്രതി ചേർത്തിരുന്നു. തുടർച്ചയായ സമൻസുകളിൽ ഹാജരാകാതിരുന്ന CMR MD ശശിധരൻ കർത്തിയുടെ ആലുവയിലെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തിയ ED ഉദ്യോഗസ്ഥർ നിരവധി ഡീറ്റെയിൽ രേഖകൾ ശശിധരൻ കർത്തിയുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിക്കുകയും ഇതിൽ പലതും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. CMRലിന് മേലും ED അന്വേഷണം ശക്തമായിരുന്നു. ഒരു പകലും രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലിന് CMRൽ ഉദ്യോഗസ്ഥരെയും വിധേയരാക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി. കൊലപാതക കേസുകളിൽ SDPക്കായി വലവിരിച്ച് NIA. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA പരിശോധന നടത്തി. 4 SDPI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് ശ്രീനിവാസൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് 4 പേരെയും NIA സംഘം കസ്റ്റഡിയിലെടുത്തത്. അതീവ രഹസ്യമായി ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു NIA സംഘം SDPI പ്രവർത്തകരുടെ വീടുകളിലെത്തിയത്. ലോക്കൽ പോലീസിനെ പോലും വിവരം അറിയിക്കാതെ വ്യത്യസ്ത സംഘങ്ങളായി പരിശോധന നടത്തി. RSS പ്രവർത്തകനായിരുന്ന പാലക്കാട്ടെ ശ്രീനിവാസൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. 4 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇർഷാദ് ആനക്കോട്ടുപുറം, സൈദലവി കിഴക്കേത്തല, ഖാലിദ് മംഗലശ്ശേരി, ഷിഹാബുദ്ദീൻ ചെങ്ങര എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. മഞ്ചേരി പയ്യനാട് സ്വദേശിയായ RSS പ്രവർത്തകൻ അർജുനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ഷംനാദിന്റെ വീട്ടിലും പരിശോധന ഉണ്ടായിരുന്നു. എന്നാൽ ഷംനാദ് വീട്ടിലുണ്ടായിരുന്നില്ല. കസ്റ്റഡിയിലുള്ള ഇർഷാദ് SDPI പ്രവർത്തകനാണെന്ന് ഇയാളുടെ ഉമ്മ ആമിന പറഞ്ഞു. മോനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, ഞങ്ങൾ അവനോടൊക്കെ ഒന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓൻ താഴത്ത് വീട്ടിലേന്. ഇവിടെ പിന്നെ ഞങ്ങളെ തറവാടാണ്. ഒരു 8 ആളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അതിലുണ്ടായിന് ഇതിൻ്റെ ആളാണ്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. SDPI നടത്തിയ കൊലപാതക കേസുകളിൽ ഇവർ സാമ്പത്തിക സഹായം നൽകിയതായാണ് സംശയം. കൂടാതെ സംസ്ഥാനത്തടക്കം SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഇവർ വഴിയാണെന്നും സൂചനയുണ്ട്. വിദേശത്തു നിന്നും ഫണ്ട് സമാഹരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വിതരണം ചെയ്യുന്നതിൽ മുഖ്യ കണ്ണികളാണ് പിടിയിലായവരെന്നും വിവരമുണ്ട്. ജനം, മലപ്പുറം. കേരള സർവകലാശാലയിൽ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ രജിസ്ട്രാർക്ക് മുമ്പിൽ ഹിയറിംഗിന് ഹാജരായ അധ്യാപകൻ. സംഭവം വിവാദമായതിന് പിന്നാലെ സർവകലാശാല നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് സ്വദേശിയായ അധ്യാപകൻ പ്രമോദ് ഹിയറിംഗിനെത്തിയത്. വരുന്ന 7-ാം തീയതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു. അഞ്ച് കോളേജുകളിലെ 71 വിദ്യാർത്ഥികളുടെ MBA ഫിനാൻസ് പേപ്പറിന്റെ ഉത്തരക്കടലാസുകൾ കഴിഞ്ഞ ഡിസംബർ 23-നാണ് മൂല്യനിർണ്ണയത്തിനായി പ്രമോദ് കൈപ്പറ്റിയത്. ജനുവരി 14-ന് പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഉത്തര പേപ്പർ ബൈക്കിൽ വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു. ആദ്യം പോലീസിനെയും തൊട്ടടുത്ത ദിവസം സർവകലാശാല അധികൃതരെയും വിഷയം അറിയിച്ചതായാണ് അധ്യാപകന്റെ വിശദീകരണം. അതായത് ജനുവരി 13-ാം തീയതിയാണ്. ഞാൻ അതിൻ്റെ സ്കീമെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ആ വാല്യുവേഷൻ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഈ വരുന്ന സമയത്തിനുള്ളിലാണല്ലോ ഈ പേപ്പർ ലോസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ പോലീസിൽ നമ്മൾ അറിയിച്ചു, അതിനുശേഷം യൂണിവേഴ്സിറ്റിയിലും അറിയിച്ചു, അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഉത്തര പേപ്പറുകൾ നഷ്ടപ്പെട്ട വിവരം സർവകലാശാലയെ അറിയിക്കാൻ വൈകിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രജിസ്ട്രാർക്ക് മുമ്പാകെ അധ്യാപകൻ വിശദീകരിച്ചു. പ്രമോദിന്റെ ഭാഗം വിശദമായി കേട്ടതായും വരുന്ന 7-ാം തീയതി സമഗ്രമായ റിപ്പോർട്ടോ വൈസ് ചാൻസലർക്ക് കൈമാറുമെന്നും കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ പറഞ്ഞു. അല്ല, ഹിയറിംഗിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ അധ്യാപകന്റെ വാദം ഭാഗം കേട്ടിട്ടുണ്ട് ഞങ്ങൾ. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ അത് ആലോചിച്ച് തീരുമാനിക്കും. അതിപ്പം വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒക്കെ ആയിട്ട് ആലോചിച്ച് അതിനുള്ള നടപടികൾ എടുക്കും. ഈ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. അതേസമയം പരീക്ഷ നടത്താനുള്ള സർവകലാശാലയുടെ തീരുമാനം പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ജനം, തിരുവനന്തപുരം. ഇടുക്കി തങ്കമണിയിൽ സൈനികനായ മകന്റെ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ്, മോഷണ കേസുകളിലായി
പോലീസ് അറസ്റ്റ് ചെയ്ത ബിൻസി ജോസഫുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രതി പണയപ്പെടുത്തിയ സ്വർണ്ണ ഉരുപ്പടികളാണ് പോലീസ് പിടിച്ചെടുത്തത്. റിമാൻഡിലായിരുന്ന പ്രതിയെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. മരുമകളുടെയും മകളുടെയും സ്വർണ്ണാഭരണങ്ങൾ ഇവരറിയാതെ തട്ടിയെടുത്തുവെന്ന സൈനികനായ മകന്റെ പരാതിയിൽ കഴിഞ്ഞയാഴ്ചയാണ് ബിൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 24 പവനോളം സ്വർണം മോഷ്ടിച്ചെന്നും നാട്ടിൽ പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നുമാണ് ബിൻസിക്കെതിരായ കുറ്റം. 30 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് ബിൻസി നടത്തിയിരിക്കുന്നത്. ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ മൂവാറ്റുപുഴയിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് തങ്കമണിയിൽ എത്തിച്ചത്. മേഖലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയതിനോടൊപ്പം മോഷ്ടിച്ച പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ആദ്യഘട്ടത്തിൽ മരുമകൾ സന്ധ്യയുടെ ആഭരണങ്ങളാണ് കണ്ടെടുത്തത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമേ ഈ പണം ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിച്ചോ എന്ന അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കൂ. ബിൻസിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് അറസ്റ്റിലായ അംബികയ്ക്കും തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുൻപ് സമാനമായ സാമ്പത്തിക ക്രമക്കേടിൽപ്പെട്ട് ഒളിവിൽ പോയ ബിൻസി തമിഴ്നാട്ടിലെ ഒളിവ് കേന്ദ്രത്തിൽ വെച്ചാണ് അംബികയെ പരിചയപ്പെട്ടത്. ഇതാണ് സംശയത്തിന് വഴിവെച്ചിരിക്കുന്നത്. ജനം, ഇടുക്കി. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വീണ്ടും നിപ്പ രോഗബാധയെന്ന് സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ സ്ത്രീ ചികിത്സയിൽ. മലപ്പുറം സ്വദേശിയായ 40-കാരിയാണ് ചികിത്സയിലുള്ളത്. സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, നിപ്പ രോഗബാധ എന്ന സംശയത്തിലാണ് ഇപ്പോൾ 40-കാരി ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യനില എന്താണ്? ഏറ്റവും ഒടുവിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റ് വിശദാംശങ്ങൾ കൂടി. മലപ്പുറം ചുറ്റിപ്പുറം സ്വദേശിനിയാണ് ഇപ്പോൾ നിപ്പ സംശയത്തോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന ഈ 41-കാരി. എന്നാൽ ആ സമയത്ത് ആരോഗ്യനില മോശമായതിനോടെയാണ് ഇന്നലെ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരിൽ നിന്നും രക്തം ശേഖരിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജി ലാബിൽ പരിശോധന നടത്തുകയാണ്. ഇതിന്റെ പരിശോധനാ ഫലം നാളെ രാവിലെയോട് കൂടിയിട്ടേ വരികയുള്ളൂ. അതിനുശേഷമായിരിക്കും ഇവർക്ക് യഥാർത്ഥത്തിൽ നിപ്പയാണോ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ രോഗലക്ഷണങ്ങളുമായി മലപ്പുറം സ്വദേശിയായിട്ടുള്ള 41-കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരെ പ്രത്യേക നിരീക്ഷണത്തിലുമാക്കിയിട്ടുണ്ട്. ആരോഗ്യനിലയെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ ആശുപത്രി അധികൃതർ. ഗൂഗിൾ, ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിപ്പ ഒരുപാട് ഏറെ പൊറലേൽപ്പിച്ച ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ല, സമീപ ജില്ലയായ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു രോഗം ഇതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ളൊരു സംശയമാണല്ലോ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് എത്രത്തോളം ജാഗ്രതയിലാണ്? തീർച്ചയായിട്ടും സംശയം മാത്രമാണ്. നമ്മൾക്ക് ഇതിൽ സ്ഥിരീകരിച്ചൊരു വിവരം ലഭ്യമായിട്ടില്ല. നിപ്പ ലക്ഷണങ്ങളുമായിട്ടാണ് 41-കാരി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ചികിത്സയിൽ ആരോഗ്യനില തൃപ്തികരമാവാത്തതിനെ തുടർന്ന് സംശയം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ ഇവിടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശേഖരിച്ചിട്ടുള്ള സ്രവത്തിന്റെ പരിശോധനാ ഫലം പുറത്തുവരും. അതിനുശേഷം ഈ ആശുപത്രി അധികൃതർ ഉൾപ്പെടെയുള്ള യോഗം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിദഗ്ധ പരിശോധന ആവശ്യമെങ്കിൽ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ സ്രവം അയക്കാനുള്ള സാധ്യത ഉൾപ്പെടെ നിലവിലുള്ളൂ. നേരത്തെ KP പറഞ്ഞതുപോലെ തന്നെയാണ് കോഴിക്കോടും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക സമയത്ത് നിപ്പ രോഗലക്ഷണങ്ങളുമായി നിരവധി ആളുകൾ ഓരോ വർഷവും ഇടവിട്ട ഇടവേളകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുകയും അതിനെ പിടിച്ചുകെട്ടുകയും ചെയ്തതാണ്. എന്നാൽ ഒരു പ്രത്യേക കാലയളവിൽ ഈ രോഗലക്ഷണങ്ങളുമായി ആളുകൾക്ക് വരികയോ അല്ലെങ്കിൽ അവർക്ക് രോഗം ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. DMO ഉൾപ്പെടെയുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമം നടത്തുന്നുമുണ്ട്. എന്തായാലും ഈ രോഗലക്ഷണങ്ങളുമായി ഒരു യുവതി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ പ്രത്യേക നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോ നൽകാൻ പറ്റുന്ന വിവരം. ഈ സ്രവത്തിന്റെ പരിശോധനാ ഫലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജിയിൽ നടത്തിയിട്ടുള്ള ഫലം നാളെ രാവിലെ ആയിരിക്കും വരിക. പിന്നീടായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഉൾപ്പെടെ അയക്കണോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക. KP. യെസ്, വീണ്ടും നിപ്പ രോഗബാധയെന്ന് സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളുടെ സ്ത്രീ ചികിത്സയിൽ. മലപ്പുറം സ്വദേശിയായ 40-കാരിയാണ് ചികിത്സയിലുള്ളത്. സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ച വിവരങ്ങളാണ് ഗൂഗിൾ കെ വേണുഗോപാൽ നൽകിയത്. കാക്കി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.